ശബ്ദപ്രപഞ്ചത്തെ നമ്മുടെ ബോധതലത്തിലേക്ക് ആനയിക്കുന്ന ഇന്ദ്രിയമാണ് ചെവി. ദ ഇയർ ഈസ് ദ സെൻസ് ഓർഗൻ വിച്ച് ട്രാൻസ്മിറ്റ് വേരിയസ് സൗണ്ട് ടു അവർ കോൺഷ്യസ്നസ്. എന്തെന്ത് വൈവിധ്യമാർന്ന ശബ്ദങ്ങളാണ് നമുക്ക് ചുറ്റും. കാഴ്ച പോലെ തന്നെ ശബ്ദവും നമ്മെ പ്രവർത്തന നിരതരാക്കുന്നു. ഹൗ വേരിഡ് ആർ ദ സൗണ്ട് അറൗണ്ട് അസ്. ലൈക്ക് വിഷൻ, ഹിയറിംഗ് ഓൾസോ മേക്ക് അസ് ആക്റ്റീവ്. കേൾവിക്ക് സഹായകരമാകുന്നതിനോടൊപ്പം തന്നെ ശരീരതുലന നില പാലിക്കുന്നതിനും ചെവി സഹായിക്കുന്നു. നോട്ട് ഓൺലി ഡസ് ദ ഇയർ ഹെൽപ്പ് അസ് ദ ഹിയറിംഗ്, ബട്ട് ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ മെയിൻറ്റനിങ് ദ ബാലൻസ് ഓഫ് ദ ബോഡി. ചെവിക്ക് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. ദ ഇയർ കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്: എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇൻറ്റേർണൽ ഇയർ. ഇവ ഓരോന്നിൻ്റെയും ഘടന നമുക്ക് പരിശോധിക്കാം. ലെറ്റ് us examine their structure in detail. External ear consists of 3 parts. ബാഹ്യകർണത്തിന് 3 ഭാഗങ്ങളുണ്ട്. പിന്ന അഥവാ ചെവിക്കുട, ഓഡിറ്ററി കനാൽ അഥവാ കർണനാളം, ടിമ്പാനം അഥവാ കർണപടം. പിന്ന carries sound waves to the auditory canal. ചെവിക്കുട ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. ഓഡിറ്ററി കനാൽ carries sound waves to the tympanum. Small hairs and wax present inside the canal help to prevent dust and foreign particles from entering the ear. കർണനാളം ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നു. കർണനാളത്തിലെ രോമങ്ങൾ, കർണമെഴുക എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു. ടിമ്പാനം അഥവാ കർണപടം. A thin circular membrane that separates the middle ear from the external ear. It vibrates in resonance with sound waves. കർണപടം മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്തരം. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്നു ഈ സ്തരം. മിഡിൽ ഇയർ കൺസിസ്റ്റ് ഓഫ് ഇയർ ഓസിക്കിൾസ് ആൻഡ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. മധ്യകർണത്തിൽ അസ്ഥി ശൃംഖലയും യൂസ്റ്റേഷ്യൻ നാളിയും കാണപ്പെടുന്നു. 3 bones, malleus, incus, stapes, seen in the middle ear are connectively called ear ossicles. മാലിയസ്, ഇങ്കസ്, സ്റ്റേപ്പിയസ് എന്നീ 3 അസ്ഥികൾ കൂടി ചേർന്നതാണ് അസ്ഥി ശൃംഖല. മാലിയസ് ഈസ് ഹാമർ ഷേപ്പ്ഡ്. മാലിയസിന് ചുറ്റികയുടെ ആകൃതിയാണ്. ഇങ്കസ് ഈസ് ആൻവിൽ ഷേപ്പ്ഡ്. ഇങ്കസിന് കൂടക്കല്ലിൻ്റെ ആകൃതിയാണ്. സ്റ്റേപ്പിയസ് ഈസ് ഹോർഷു ഷേപ്പ്ഡ്. സ്റ്റേപ്പിയസിന് കുതിരലാടത്തിൻ്റെ ആകൃതിയാണ്. എന്താണ് അസ്ഥി ശൃംഖലയുടെ ധർമ്മം? Ear ossicles amplify and transmit the vibration of the tympanum to the internal ear. അസ്ഥി ശൃംഖല കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലെത്തിക്കുന്നു. Eustachian tube connects the middle ear and the pharynx. Protect the tympanum by balancing the pressure on either side of the tympanum. യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു. ഓവൽ വിൻഡോ ആൻഡ് റൗണ്ട് വിൻഡോ ആർ സീൻ ഇൻ ദ മിഡിൽ ഇയർ. ദീസ് മെംബ്രെയിൻ ഹാവ് ദ കപ്പാസിറ്റി ടു വൈബ്രേറ്റ്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ എന്നിവ കമ്പനശേഷിയുള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് പലപ്പോഴും ജലദോഷമുള്ളപ്പോൾ ചെവിവേദന അനുഭവപ്പെടാറില്ലേ? എന്തായിരിക്കും അതിന് കാരണം? ജലദോഷമുള്ളപ്പോൾ യൂസ്റ്റേഷ്യൻ നാളിയിലെ ശ്ലേഷ്മവും മറ്റും അടിഞ്ഞ് മധ്യകർണത്തിലേക്കുള്ള വായുസഞ്ചാരം ഇല്ലാതാകുന്നു. കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കാൻ കഴിയാതെ വരുന്നു. ഇത് ചെവിക്ക് വേദനയുണ്ടാക്കുന്നു. Why do we get pain in the ear when we have cold? When we have cold, the eustachian tube get blocked by the accumulation of mucus. This prevents the flow of air and the control of pressure on both sides of eardrum or tympanum. This causes pain in the ear. Semicircular canal, vestibule and cochlea are the main parts of the internal ear. അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിലെ മുഖ്യഭാഗങ്ങൾ. The internal ear is situated inside a bony case in the skull called the bony labyrinth. ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. ഈ അറയെ ബോണി ലേബ്രിൻറ്റ് എന്ന് പറയുന്നു. ഇൻ ദിസ് ബോണി കേസ് ദർ ആർ മെംബ്രേനീസ് ലേബ്രിൻറ്റ് ആസ് വെൽ. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ സ്തരനിർമ്മിതമായ അറകളുമുണ്ട്.
The space inside the membranous labyrinth is filled with the fluid called endolymph. The space between the membranous and bony labyrinth is filled with a fluid called perilymph. സ്തര അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രവവും സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ പെരിലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു. സെമി സർക്കുലർ കനാൽ ആൻഡ് വെസ്റ്റിബ്യൂൾ ഹെൽപ്പ് ഇൻ ബാലൻസിങ് ദ ബോഡി വെറാസ് കോക്ലിയ ഹെൽപ്പ് ഇൻ ഹിയറിംഗ്. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ശരീര തുലനനില പാലിക്കുന്നതിനും കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നു. The three semicircular canal lie perpendicular to each other. Each of them have one ampulla. 3 അർദ്ധവൃത്താകാര കുഴലുകളും പരസ്പരം ലംബമായി സ്ഥിതി ചെയ്യുന്നു. അവയിൽ ഓരോന്നിലും ഓരോ ആംപുള്ളയാണുള്ളത്. Utricle and saccule are the 2 chambers seen above and below the vestibule respectively. They are connected to each other by a canal. The semicircular canal are connected to utricle and the middle chamber of cochlea connected to saccule. യൂട്രിക്കിളും സാക്കിളും വെസ്റ്റിബ്യൂളിൻ്റെ മുകളിലും താഴെയുമായി കാണപ്പെടുന്ന 2 അറകളാണ്. അവ തമ്മിൽ ഒരു കുഴൽ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. അർദ്ധവൃത്താകാര കുഴൽ യൂട്രിക്കിളുമായും കോക്ലിയയുടെ മധ്യ അറ സാക്കിളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. കോക്ലിയ ഈസ് എ കോയിൽഡ് ട്യൂബ് ലൈക്ക് എ സ്നെയിൽ ഷെൽ. ഒച്ചിൻ്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ചേമ്പേഴ്സ്. ഇതിന് 3 അറകളുണ്ട്. അപ്പർ ചേമ്പർ സ്കാല വെസ്റ്റിബുല, മിഡിൽ ചേമ്പർ സ്കാല മീഡിയ, ലോവർ ചേമ്പർ സ്കാല ടിംബാന. ദീസ് ആർ ദ 3 ചേമ്പേഴ്സ് ഓഫ് ദ കോക്ലിയ. മുകളിലത്തെ അറ സ്കാല വെസ്റ്റിബുല, മധ്യ അറ സ്കാല മീഡിയ, താഴത്തെ അറ സ്കാല ടിംബാന എന്നിങ്ങനെ 3 അറകളാണുള്ളത്. Specialized sensory hair cells which are present in the basilar membrane that separate the middle and lower chambers functions as auditory receptors. മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ബാസിലാർ സ്തരത്തിൽ കാണപ്പെടുന്ന സവിശേഷമായ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത്. The basilar membrane and sensory hair cells together constitute the organ of Corti. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി. ഹൗ ഈസ് ഹിയറിംഗ് മെയ്ഡ് പോസിബിൾ? പിന്നെ റിസീവ്സ് സൗണ്ട് വേവ്സ് ആൻഡ് ഡയറക്റ്റ് ദം ത്രൂ ഓഡിറ്ററി കനാൽ ടു ദ ടിംബാനം ആൻഡ് ക്രിയേറ്റ് വൈബ്രേഷൻ. The vibration of the tympanum passes through the ear ossicles in the middle ear and vibrate the membrane at the oval window. The perilymph in the cochlea close to the oval window vibrate. Perilymph vibrate. The hair-like structures of the receptors in the basilar membrane get excited. When the stimuli from the receptors reach the cerebrum through the auditory nerve, we recognize sound. എങ്ങനെയാണ് കേൾവി സാധ്യമാകുന്നത്? ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു. കർണപടത്തിൻ്റെ ചലനം അസ്ഥി ശൃംഖലയെ ചലിപ്പിക്കുന്നു. അസ്ഥി ശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു. ഇത് കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് കാരണമാവുന്നു. ഇതുമൂലം കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണനാഡി വഴി സെറിബ്രത്തിലെത്തി കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നു. നിങ്ങൾ ശ്രവണ സഹായിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണത്? ബധിരതയ്ക്ക് ഒരു പരിഹാര മാർഗമാണ് ശ്രവണസഹായി. ചെവിക്ക് പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണിത്. കേൾവി തകരാറുകൾ ഉള്ളവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തപ്പെടുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഹിയറിംഗ് എയ്ഡ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡെഫ്നെസ്. ഹിയറിംഗ് എയ്ഡ് ഈസ് എ സ്മോൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഫിറ്റഡ് internally or behind the ear. Hearing aid are a boon for the hearing impaired to work in the mainstream of society. കേൾവി എന്ന അനുഭവം സാധ്യമാകുന്ന ചെവിയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഫ്ലോ ചാർട്ട് പൂർത്തീകരിച്ചാലോ? എങ്ങനെയായിരിക്കും ആ ഫ്ലോ ചാർട്ട്? ആദ്യം ശബ്ദതരംഗങ്ങൾ, ചെവിക്കുട, കർണനാളം, കർണപടം,
അസ്ഥി ശൃംഖല, ഓവൽ വിൻഡോ, കോക്ലിയ, രോമകോശങ്ങൾ, ആവേഗം, ശ്രവണനാഡി, സെറിബ്രം, കേൾവി എന്ന അനുഭവം. Complete the flow chart, including the part of ear that bring about the sense of hearing. Sound waves, pinna, auditory canal, tympanum, ear ossicle, oval window, cochlea, hair cells, impulse, auditory nerve, cerebrum, sense of hearing. ചെവി എങ്ങനെ ശരീരതുലനനില പാലനം നടത്തുന്നു? ശരീരതുലനനില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങളെ പൊതുവെ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നു. ഹൗ ഇയർ മെയിൻറ്റെയിൻ ദ ബോഡി ബാലൻസിങ്. The parts seen inside the internal ear that help in balancing the body are generally called vestibular apparatus. വെസ്റ്റിബിളിൻ്റെ ഭാഗമായ യൂട്രിക്കിൾ, സാക്യൂൾ എന്നീ അറകളും 3 അർദ്ധവൃത്താകാര കുഴലുകളും ചേർന്നതാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. The vestibular apparatus is constituted of structures namely utricle, saccule and 3 semicircular canal. വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലുകളിലും കാണപ്പെടുന്ന രോമകോശങ്ങളുടെ രൂപത്തിലുള്ള ഗ്രാഹി കോശ സമൂഹമാണ് ശരീരതുലനനില പാലനത്തിനുള്ള ഗ്രാഹികൾ. The cluster of receptors in the form of hair cells seen inside the vestibule and semicircular canal help in balancing of the body. ശരീരതുലനനില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ്. തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലുകളിലും ഉള്ള എൻഡോലിംഫിൽ ചലനമുണ്ടാക്കുന്നു. ഇത് അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാഡി വഴി സെറിബെല്ലത്തിലെത്തി ശരീരതുലനനില പാലിക്കുന്നു. ബോഡി ബാലൻസ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഹെഡ്. Movement of the head bring about the movement of the endolymph present inside the vestibule and the semicircular canal. This causes movement of the sensory hair cells and generate impulse. These impulses are transmitted by the vestibular nerve to the cerebellum and the equilibrium of the body is maintained. ചെവിയുടെ ഘടന, പ്രവർത്തനം എന്നിവയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി ചെവിയുടെ പരിപാലനത്തെക്കുറിച്ചും ചെവിക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ ENT സർജൻ ഡോക്ടർ രാജേഷ് രാജു ജോർജ് നമ്മളോട് പറയുന്നത് ശ്രദ്ധിക്കൂ. ഹലോ, ടീച്ചർ പറഞ്ഞ പോലെ, ടീച്ചർ ഓൾറെഡി പറഞ്ഞു നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങാം. ടീച്ചർ ഇപ്പോൾ ഏകദേശം നമ്മളുടെ ചെവിയുടെ ഘടന, ചെവിയുടെ പ്രവർത്തന രീതി, എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്, എന്തെല്ലാമാണ് നമ്മൾക്ക് വരുന്ന കോമൺ അസുഖങ്ങൾ, ഇതെല്ലാം ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നമുക്ക്. സോ വാട്ട് ഐ വിൽ ഡു ടുഡേ ഈസ്, ഞാൻ 1-2 പ്രധാനപ്പെട്ട നമ്മുടെ ചെവിയിലെ രോഗങ്ങളെ സൂചിപ്പിക്കുന്ന ചില ലക്ഷണങ്ങൾ നമ്മൾക്ക് എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം 2-3 ടിപ്സുകളും പറഞ്ഞുതരാം. പരിചരണം എന്ന് പറഞ്ഞതുകൊണ്ട് പരിചരണത്തിൻ്റെ കാര്യം പ്രധാനമായും 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, I'm sure you must be using the earbuds. How many of you students use earbuds? I think around 40% of you must be raising your hands. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ബഡ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ്. സാധാരണ ഇയർബഡ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും പറയുന്നതിന് അതിനുള്ള അഴുക്ക് കളയാനാണെന്ന് പറയും. എന്താണ് ഈ അഴുക്ക്? വാട്ട് ഈസ് എക്സാക്ട്ലി ദി അഴുക്ക് എന്ന് പറയുന്നത് എന്താണ്? This is nothing but the wax. And what is wax? Wax is nothing but the secretions of some glands of the skin of your external canal. Some sebaceous and ceruminous glands secrete. അതിൻ്റെ secretionsനെയാണ് നമ്മൾ wax എന്ന് പറയുന്നത്. അപ്പോൾ generally the wax is something which is protective for you and it forms, അത് ഉണ്ടാവുകയും അത് പുറന്തള്ളപ്പെടുകയും ചെയ്യും നാച്ചുറലായിട്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ വാക്സ് എന്ത് കുഴപ്പം പറ്റിയ സാധനമാണെന്ന് വിചാരിച്ചു വി പുട്ട് ഇയർബഡ്സ് ആൻഡ് വാട്ട് ഹാപ്പൻസ്, ദി വാക്സ് ഇസ് ആക്ച്വലി പുഷ് ബാക്ക് ഇൻ ടു ദ ഇയേഴ്സ്. എയർ കനാലിലെ എക്സ്റ്റേണൽ ഇയറിലേക്ക് പുഷ് ചെയ്ത് വെക്കും.
അപ്പോൾ നമ്മൾ ഗുണമാണോ ദോഷമാണോ ഉണ്ടാവണം? ഇറ്റ് ഓൾവേസ് പ്രൊഡ്യൂസസ് ഹാം ദാൻ ബെനിഫിറ്റ്സ് അല്ലേ. നെവർ യൂസ് ബഡ്സ്. ആൻഡ് വേറൊരു കാര്യം നമ്മുടെ പ്രാക്ടീസിൽ വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട, ഇന്നലെയും വന്നു ഒരാൾ എന്താ പറയണമെന്നറിയോ, ഞാൻ ബഡ്സ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ സഡൻലി എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുട്ടി വന്നിട്ട് കയ്യിലൊരു തട്ടങ്ങ് തട്ടി, ഈ ബഡ്സ് പെട്ടെന്ന് അകത്തേക്ക് പോയി ഡോക്ടറെ എനിക്ക് ഭയങ്കര വേദന വന്നു എന്ന് പറഞ്ഞ് പറയും. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് you know that the external auditory canal, അല്ലെങ്കിൽ ചെവിയുടെ നമ്മുടെ പുറമേയുള്ള കനാൽ, you know that the ear has been divided into external ear, middle ear and the inner ear. ഇതിൽ എക്സ്റ്റേണൽ ഇയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 2.4 സെൻറ്റിമീറ്റേഴ്സ് ആണ്. നമ്മുടെ ഇയർബഡ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു കൈ കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ where does it go? It goes and hits the ear drum, the tympanic membrane. And tympanic membrane is a very thin structure അല്ലേ. അപ്പോൾ ഒന്ന് ഈ ബഡ്സ് തട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇയർബഡ്സിലേക്ക് നമ്മുടെ ടിമ്പാനിക് മെമ്പറിലേക്ക് തള്ളുകയും ഇയർ ഡ്രം പൊട്ടുകയും ചെയ്യും. സോ ഈ പെർട്ടിക്കുലർ പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസം വന്നതിൽ എന്തുണ്ടായി, വെൻ ഐ സോ ഹെർ ഇയേഴ്സ്, ദി ഇയർ ഡ്രം ഹാഡ് കംപ്ലീറ്റ്ലി പെർഫറേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ദ്വാരം. സാധാരണഗതിയിൽ ഈ ദ്വാരം ഉണങ്ങുമായിരിക്കും തന്നെ, പക്ഷേ ഒരു 4-6 ആഴ്ച കൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് സർജറി എല്ലാം ചെയ്തിട്ടാണ് സാധാരണ അത് നമ്മൾ repair ചെയ്യുക. And that surgery is called tympanoplasty. When you repair the tympanic membrane, it's called a meringoplasty. And when you repair your middle ear and the eardrum, it's called a tympanoplasty. Okay? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇയർബഡ്സ് എപ്പോഴും it's very harmful. Don't use it from today onwards. രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ള നമുക്കുണ്ടാകുന്നൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും വന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ ഞാൻ ഇയർഫോൺസ് ഉപയോഗിക്കാം, എൻ്റെ മോൺ ഇയർഫോൺസ് ഒന്നും എടുക്കാറില്ല, അത് ഭയങ്കര പ്രശ്നമാണോ എന്ന് ചോദിക്കും. സോ അഗെയിൻ, ഇയർഫോൺസ് അല്ലെങ്കിൽ നമ്മൾ ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്നത് ഒരിക്കലും ഇറ്റ്സ് നോട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, പക്ഷേ യു ഷുഡ് ഓൾവേസ് ചെക്ക് ഓൺ ദി വോള്യൂം ലെവൽസ് ദാറ്റ് യു ആർ യൂസിങ്. നമ്മുടെ ചെവിയുടെ ഇന്നർ ഇയർ എന്ന് പറയുന്ന സ്ഥാനത്താണ് നമ്മളുടെ കോക്ലിയ എന്ന് പറയുന്ന ഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഈ കോക്ലിയയിലാണ് നമ്മളുടെ കേൾവിയെ സഹായിക്കുന്ന ഞരമ്പിൻ്റെ കോശങ്ങളുടെ ആദ്യത്തെ കോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. The first neurons are situated in the cochlea. അപ്പം നമ്മളുടെ ഈ ലൗഡ് വോയിസ് എപ്പോഴും can suddenly actually impair your hearing. It can destroy your neurons in the cochlea and can cause a sensory neural hearing loss. Now, what you should keep in mind is that whenever you use your earphones or headphones, make sure that the volume is kept low. 80 decibel മേലെയുള്ള വോള്യൂം എത്ര നേരം നമ്മൾ കേൾക്കുന്നോ അത്രയും ഹാനികരമാണ്. So keep your volume down. Most of the phones have അടിയിൽ എഴുതി വരും, now the volume level is a bit high and അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. So look into it. So you can use your earphones fine. പക്ഷെ അത് വെച്ച് കിടന്ന് ഉറങ്ങാതിരിക്കുക, കാരണം കൂടുതൽ നേരത്തോളം നമ്മുടെ ഇത്തരം ലൗഡ് സൗണ്ട്സ് കേൾക്കുന്നത് നമ്മുടെ ചെവിയുടെ ഈ ന്യൂറോൺസിന് നല്ലതല്ല. So those are the 2 tips that I would like you to give. പിന്നെ പരിചരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവി ക്ലീൻ ചെയ്യുന്ന കാര്യമില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെയുള്ളത് നമുക്ക് ചെവിയുടെ എക്സ്റ്റേണൽ ഇയറിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് otomycosis, which causes an infection of the external auditory canal, which is called external otitis. അപ്പോൾ നമ്മൾ ദീർഘനേരം നനവ് തട്ടുമ്പോഴും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിലൊക്കെയാണ് എപ്പോഴും ഈ ഓട്ടോമൈക്കോസിസ് വരാനുള്ള സാധ്യത. അപ്പോൾ എണ്ണ തേച്ച് കുറേ നേരം വെച്ചുകൊണ്ടിരിക്കുക, ചെവിക്ക് ഭയങ്കരമായിട്ട് നനവ് കൊടുക്കുക, നമ്മൾ വെള്ളത്തിനടിയിൽ കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നേരം നമ്മൾ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുക, ഇതെല്ലാം നനവുണ്ടാക്കുകയും ചിലപ്പോൾ ഈ ഓട്ടോമൈക്കോസിസ് ഉണ്ടാക്കാനും ഒരു സാധ്യതയാണ്. ഇറ്റ്സ് കോൾഡ് സ്വിമ്മേഴ്സ് ഇയർ. കാരണം ചില കുട്ടികൾ പറയും ഈ നീന്താൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് സാധാരണയായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരുള്ളത്. Then I would like you to know about something that is നമ്മുടെ ചെവിയുടെ പഴുപ്പ്. എപ്പോഴാണ് നമുക്ക് ചെവിയുടെ രോഗം പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്? 3 പ്രധാന ലക്ഷണങ്ങളാണ്. 1 കേൾവിക്കുറവ്, 2 ചെവിയിലെ പഴുപ്പ്, 3 തലകറക്കം. ചെവിയുടെ റോള് തലകറക്കം ഇല്ലാതിരിക്കാനൊക്കെ ടീച്ചർ പറഞ്ഞു എന്നോട് പറഞ്ഞു. എനിക്ക് ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. 1, ചെവിയിൽ പഴുപ്പ് വരുന്നതിന് എന്ത് പ്രാധാന്യമാണെന്നുള്ളത് നോക്കണം. ഇപ്പം അടുത്തുള്ളൊരു വീട്ടിലൊരു കൊച്ചു വന്ന് പറയണം, സാറേ ചേച്ചി എൻ്റെ ചെവിയിൽ പഴുപ്പുണ്ട്, എന്നാ ഞാൻ ചെയ്യേണ്ടത്, ഇത് കുഴപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, you should understand that some diseases causes ear discharge which can even be
ഫേറ്റൽ ഫോർ യു. ഫേറ്റൽ എന്ന് വെച്ചാൽ ജീവന് അപകടമുണ്ടാകുന്ന ചെവിയിലെ പഴുപ്പ് വരെ ഉണ്ടാകും. അത് തിരിച്ചറിയാൻ നമുക്ക് അറിയണം. കാരണം ചെവിയിലെ പഴുപ്പ് 2 സ്ഥലത്ത് നിന്നാണ് വരിക. ഒന്ന് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ, 2 മിഡിൽ ഇയർ. അതായത് ഇയർ ഡ്രമിൻ്റെ പുറത്തുനിന്നാവാം, ഇയർ ഡ്രമിൻ്റെ ഉള്ളിൽ നിന്നാവാം. ഇയർ ഡ്രമിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പഴുപ്പിനെയാണ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. ദീർഘകാലം നിൽക്കുന്ന പഴുപ്പിന് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. ഇത് പറഞ്ഞു തരുന്നത് ദിസ് ഈസ് വൺ ഓഫ് ദ കോമണസ്റ്റ് റീസൺസ് ഫോർ ഇയർ ഡിസ്ചാർജ് ആൻഡ് ഡിക്രീസ്ഡ് ഹിയറിംഗ്. അതുകൊണ്ട് ഡോക്ടർ പറയണത്. അപ്പം ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദി യൂസ്റ്റേഷ്യൻ ട്യൂബ് ഡിസ്ഫങ്ഷൻ. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ ഇയറും നമ്മളുടെ മൂക്കിൻ്റെ പിൻവശവുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ട്യൂബാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത്. ആൻഡ് യൂസ്റ്റേഷ്യൻ ട്യൂബ് ഇസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദ പ്രഷർ ഔട്ട്സൈഡ് യു ആൻഡ് ഇൻസൈഡ് യുവർ മിഡിൽ ഇയർ ഈക്വൽ. അതിൽ കൂടിയാണ് പ്രഷർ മെയിൻറ്റെയിൻ ആവുന്നത്. അപ്പോൾ ചെറുപ്പകാലത്ത് ചില കുട്ടികൾക്ക് യൂസ്റ്റേഷ്യൻ ട്യൂബ് ഡിസ്ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ യൂസ്റ്റേഷ്യൻ ട്യൂബ് അടഞ്ഞു പോവുകയും അല്ലെങ്കിൽ എന്ത് രോഗം കൊണ്ടെങ്കിലും ചിലപ്പോൾ പഴുപ്പ് കൊണ്ടാണെങ്കിൽ പോലും അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇയർ ഡ്രമിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് പ്രഷർ വരും. ഇയർ ഡ്രമിൻ്റെ ഉള്ളിലേക്ക് വലിക്കാനും തുടങ്ങും. ഞാൻ ഇയർ ഡ്രമിൻ്റെ ഉള്ളിലേക്ക് വലിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇയർ ഡ്രം പൊട്ടുകയും ഇയർ ഡ്രമിലൊരു ഹോള് വീഴുകയും ചെയ്യും. അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഒരു ഇയർ ഡ്രമിലൊരു ഹോൾ ഉണ്ടെങ്കിൽ പുറമേന്ന് വെള്ളം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആ ദ്വാരത്തിലെ കൂടി പഴുപ്പ് അകത്തേക്ക് കയറുകയും വെള്ളം അകത്തോട്ട് കയറുകയും മിഡിൽ ഇയറിൽ പഴുപ്പ് വരികയും ചെയ്യും. അതിനാണ് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ ഇസ് ഡിവൈഡഡ് ഇൻടു 2 types. One is a dangerous type and other is a safe type. ഈ ഡേഞ്ചറസ് ടൈപ്പ് ഓഫ് ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയയിൽ ചെവിയുടെ ഉള്ളിലുള്ള പഴുപ്പിന് എല്ലുകളെ കാർന്നു തിന്നാൻ കഴിവുള്ള ഒരു തരം പഴുപ്പുണ്ട്. അത് നമ്മുടെ കേൾവിയെ സഹായിക്കുന്ന മാലിയസ് ഇൻകസ് ടേപ്പിസ് എന്ന് പറയുന്ന ബോണുകൾ പതുക്കെ കാർന്നു തിന്നും. അതിനുശേഷം അത് തലച്ചോറ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ ബോണിലേക്ക് പതുക്കെ വരും. അപ്പോൾ ഈ ഒരു തരം പഴുപ്പാണോ ഈ കുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന കംപ്ലൈൻറ്റ് പറഞ്ഞു തിരിച്ചറിയാൻ 3 വഴികളുണ്ട്. ഒന്ന്, ആ കുട്ടിയോട് ചോദിക്കുക, ഈ ചെവിയിലെ പഴുപ്പ് വരുന്നത് എപ്പോഴും വരുമോ? അതിന് ചീത്ത മണമുണ്ടോ? കുറച്ചേ വരുള്ളൂ. എപ്പോഴും വരുന്ന ചീത്ത മണമുള്ള കുറച്ച് പഴുപ്പേ വരുന്നുള്ളൂ എങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത് ഇത്തരം രോഗമായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് അഡിക്വേറ്റ് ആയിട്ടുള്ള കെയർ എടുക്കണം, അല്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് നിർബന്ധമാണ് എന്ന് ഞങ്ങൾ പറയും. മക്കൾക്ക് ഇത്രയും മതിയെന്ന് തോന്നുന്നു. ആരോഗ്യകരമായ രീതിയിൽ ചെവി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഡോക്ടർ പറഞ്ഞത് ഏവരും ശ്രദ്ധിച്ചുവല്ലോ. നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് കേൾവിയിലൂടെയാണ്. അതുപോലെ നമ്മുടെ തുലനനില പാലനത്തിൽ ചെവിയുടെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് ചെവിയുടെ സംരക്ഷണം വളരെ പ്രാധാന്യമർഹിക്കുന്നു. തമാശയ്ക്ക് മറ്റുള്ളവരുടെ മുഖത്തടിക്കുക, മലിനജലത്തിൽ കുളിക്കുക, കൂർത്ത പദാർത്ഥങ്ങൾ ചെവിയുടെ ഉള്ളിലിടുക, ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുക തുടങ്ങിയ ചെവിക്ക് ക്ഷതം വരുത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഇമ്പമുള്ള ശബ്ദത്തോടൊപ്പം രുചിയുള്ള ഭക്ഷണം കഴിച്ചാലോ? ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? അതിൻ്റെ രുചിയും ഗന്ധവുമാണ്. രുചിയും ഗന്ധവും എങ്ങനെ നമുക്ക് അനുഭവമാകുന്നു എന്ന് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.